നമസ്കാരം. മേടമാസത്തിലെ 10-ാം ദിവസം നമ്മുടെ ആചാര്യന്മാർ 10-ാം ഉദയം എന്ന് വിശേഷിപ്പിച്ച അതിവിശിഷ്ടമായ പുണ്യ ദിവസം കഴിഞ്ഞിരിക്കുന്നു. സൂര്യഭഗവാൻ സ്വക്ഷേത്രമായ മേടം രാശിയിൽ ഉച്ചസ്ഥനായി 10-ാം അംശത്തിൽ പ്രശോഭിക്കുന്ന സുദിനമായിരുന്നു. അഷ്ടനക്ഷത്ര ജാതകർക്ക് പൂർവജന്മ സുഹൃത ഫലമായി മഹാഭാഗ്യമാണ് കൈവന്നിരിക്കുന്നത്. താപകാലമാണ്. ഈ വേനലിൽ പോലും ആ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വസന്ത ഋതു വിടരുന്ന കാലഘട്ടം തുടങ്ങിക്കഴിഞ്ഞു. 10-ാം ഉദയം എന്താണ് എന്ന് കൂടി ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. 10-ാം ഉദയം എന്നതിൻ്റെ താത്വികാർത്ഥം എന്തെന്ന് ആദ്യം പറയുകയാണെങ്കിൽ, കാലപുരുഷന് ലഗ്നസ്ഥാനമായ മേടം രാശിയിൽ സൂര്യൻ പ്രവേശിച്ച് ദശമാംശം പൂർത്തിയാക്കുന്ന ദിവസം, മിത്രനായ സൂര്യൻ ഉദിച്ചുയരുന്ന ദിവസമെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ വർഷത്തെ വിശേഷം എന്തെന്നാൽ, ദേവഗുരുവായ വ്യാഴവും കർമ്മകാരകനായ ശനിയും ഭൂമിപുത്രനായ കുജനും ത്രികോണ സ്ഥാനങ്ങളിൽ ശുഭദൃഷ്ടിയോടെ നിൽക്കുന്നു എന്നതാണ്. അപ്പോൾ രാഹു കേതു ദോഷശാന്തിയും വ്യാഴപ്രീതിയും ഒരുമിച്ച് വരുന്ന അപൂർവമായ ഒരു യോഗമാണ് 10-ാം ഉദയം മുതൽ തുടങ്ങിയിരിക്കുന്നത്. ഇനി ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഈ സൂര്യാനുഗ്രഹം വിശേഷമായി ലഭിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിലാദ്യത്തെ നക്ഷത്രം അശ്വതിയാണ്. മേടക്കൂറിൻ്റെ ആദ്യ നക്ഷത്രമായ അശ്വതി ദേവന്മാരുടെ അനുഗ്രഹമുള്ള നക്ഷത്രമാണ്. രാശിനാഥൻ വരുന്നത് കുജനാണ്. അനുകൂലമായതുകൊണ്ട് തന്നെ ചിരകാലമായി മുടങ്ങിക്കിടന്ന കാര്യസിദ്ധിയൊക്കെ ഉണ്ടാവുകയും ശനിദശ ദോഷത്തിന് ശാന്തി ലഭിക്കുന്നത് കൊണ്ട് ധനപുഷ്ടി വർധനവ് ഉണ്ട്. ഗൃഹനിർമ്മാണം മുടങ്ങിക്കിടക്കുന്നവരാണെങ്കിൽ അതൊക്കെ പുനരാരംഭിക്കാൻ സാധിക്കും. വാഹന യോഗമൊക്കെ കാണുന്നുണ്ട്. ഇനി രണ്ടാമത് രോഹിണി നക്ഷത്രം. ചന്ദ്രൻ്റെ പ്രിയ നക്ഷത്രം കൂടിയാണല്ലോ രോഹിണി. ഗുരുദൃഷ്ടി പതിക്കുന്നത് കൊണ്ട് കുടുംബത്തിൽ കലഹശാന്തിയും സൗമനസ്യവും വർദ്ധിക്കുന്നതാണ്. ബുധൻ സ്വക്ഷേത്ര ബലത്തോടെ നിൽക്കുന്നതിനാൽ വാണിജ്യത്തിലും വിദേശ വൃത്തിയിലും അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. പ്രയത്നങ്ങൾക്കൊക്കെയും കൃത്യമായ ഫലവും ഉറപ്പ്. മൂന്നാമത് പുണർദ നക്ഷത്രമാണ്. അതിഥിദേവതയായ പുണർദ നക്ഷത്ര ജാതകർക്ക് ദീർഘകാല ദുരിതങ്ങൾക്ക് അന്ത്യമുണ്ടാകും. രാഹു അനുകൂല സ്ഥാനത്ത് വന്നതുകൊണ്ട് തന്നെ ദീർഘകാല രോഗങ്ങൾക്ക് വരെ ശമനമുണ്ടാകും. ശനിയും അനുകൂലമാകുന്നതോടെ സേവന രംഗത്തെ പ്രതിബന്ധങ്ങളൊക്കെ നീങ്ങുകയും നല്ല അവസരങ്ങൾ തുറക്കപ്പെടുകയും ചെയ്യും. ഇവിടെ വലിയൊരു നേട്ടവും ഭാഗ്യവുമാണ്. അടുത്തത് ചിത്തിര നക്ഷത്രക്കാർക്ക്. ത്വഷ്ടാവ് ദേവതയായ ചിത്തിര നക്ഷത്രക്കാർക്ക് വ്യാഴം ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്നത് മഹാഭാഗ്യം തന്നെയാണ്. ഋണമുക്തി, കടങ്ങളിൽ നിന്ന് മോചനമൊക്കെ ഉണ്ടാകും. കേതുവിൻ്റെ ദോഷം കുറയുന്നതിനാൽ മാനസിക വ്യാകുലതകൾ ഉണ്ടെങ്കിൽ അകലുകയും സജ്ജന സമ്പർക്കം കൊണ്ട് തന്നെ സമൂഹത്തിൽ കീർത്തി വന്നു ചേരുകയും ചെയ്യും. അടുത്തത് അനിഴം നക്ഷത്രമാണ്. അനിഴ നക്ഷത്രജാതർക്ക് ശനി സ്വക്ഷേത്രത്തിൽ ബലവാനായി തന്നെ നിൽക്കുന്നത് 7ര ശനി ദോഷത്തിനൊക്കെ വലിയ ശമനമാണ് നൽകുന്നത്. കുജൻ്റെ സ്ഥിതി നിമിത്തം ഭൂമി ഗൃഹസംബന്ധമായ ഇടപാടുകളിൽ ലാഭമൊക്കെ ഉണ്ടാകും. 10-ാം ഉദയത്തിന് ശേഷം തുടങ്ങിയ ഒരു മാറ്റം ജീവിത നിലവാരം ഉന്നതിയിലെത്തുന്നതിനും നിങ്ങളെ ഒരുപാട് സഹായിക്കുന്നതാണ്. അടുത്ത നക്ഷത്രം ഉത്രാടമാണ്. ഉത്രാടം നക്ഷത്രക്കാർക്ക് ബുധ ശുക്ര സംയോഗ ഫലം ലഭ്യമാകുന്ന സമയമാണ്. ഗൃഹത്തിൽ മംഗളകാര്യങ്ങളൊക്കെ നടക്കും. കർമ്മസ്ഥാനത്തെ ശനി അനുഗ്രഹമാണ്. ഉദ്യോഗ കയറ്റമുണ്ടാകും. വേതനത്തിലും വർധനവൊക്കെ വന്നു ചേരും. ധനനിക്ഷേപത്തിന് ഇതിനും നല്ല ഒരു മുഹൂർത്തം ഇനി ലഭിക്കാനില്ല. അത്രയും നല്ല സമയത്തിലൂടെയാണ് നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്തത് രേവതി നക്ഷത്രമാണ്. രാഹുകേതുക്കളുടെ അനുഗ്രഹത്താൽ വിദേശ ഗമനത്തിനുള്ള വിഘ്നങ്ങളൊക്കെ നീങ്ങും. യാത്രാനുമതിയൊക്കെ ലഭിക്കും. വ്യാഴത്തിൻ്റെ അനുഗ്രഹം കൂടിയുള്ളത് സന്താനങ്ങളെ കൊണ്ട് കീർത്തി കേൾക്കും. രാജഭോഗം എന്ന് പറയുന്ന രാജയോഗ തുല്യമായ സൗഭാഗ്യങ്ങൾ വന്നു ചേർന്നിരിക്കുകയാണ് 10-ാം ഉദയം മുതൽ. ഇവിടെ നിധിലാഭം എന്ന് പറയുമ്പോൾ തന്നെ ഭൂമി കുഴിച്ചാൽ നിക്ഷേപം കിട്ടും എന്നല്ല. ധർമ്മശാസ്ത്രപ്രകാരം നിധി എന്നാൽ അപ്രതീക്ഷിതമായി ലഭിക്കുന്ന മഹാഭാഗ്യം എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സൽക്കർമ്മങ്ങൾക്കുള്ള ഈശ്വരൻ്റെ കടാക്ഷം, അനുഗ്രഹം എന്ന് തന്നെ. അപ്പോൾ നിങ്ങളുടെ ജീവിതഗതി തന്നെ മാറ്റിമറിക്കുന്ന സദാവസരങ്ങൾ, ഉത്തമ ബന്ധങ്ങൾ, ഈശ്വര നിയോഗം പോലെയുള്ള കൂടിച്ചേരലുകൾ, ഇതാണ് ഇവിടെ രാജ്യയോഗ സമാന മാറ്റങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ അഷ്ടനക്ഷത്ര ജാതകർ 10-ാം ഉദയ ദിവസം മുതൽ ഇങ്ങോട്ട് നിങ്ങളുടെ ജീവിതം ഒന്ന് ചിന്തിച്ച് നോക്കുക. മാറ്റങ്ങളൊക്കെ തുടങ്ങിയിട്ടില്ലേ എന്ന്. ഇനിയെങ്കിലും സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുക, അർഘ്യം സമർപ്പിക്കുക, ആദിത്യ ഹൃദയമൊക്കെ ജപിക്കുക. അപ്പോൾ ആദിത്യായ ച സോമായ മംഗളായ ബുധായ ച എന്ന നവഗ്രഹസ്തുതി ഉണ്ടല്ലോ, അതുകൂടിയൊക്കെ ഒന്ന് ചൊല്ലി പ്രാർത്ഥിക്കുക. മനസ്സിൽ ശുദ്ധിയുള്ളവരിൽ ഈശ്വരൻ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നതാണ്. കൂടുതൽ ഈശ്വര വിശ്വാസം ഉണ്ടായെങ്കിൽ ഭഗവാൻ വിനായകൻ തന്നെ സർവ്വവിധ വിഘ്നങ്ങളെയും ജീവിതത്തിൽ നിന്ന് അറുത്ത് തന്നെ മാറ്റുന്നതാണ്. എടുത്തു മാറ്റുമെന്നല്ല, അറുത്ത് കളയും. നിങ്ങളിലേക്ക് പിന്നെ ഒരുവിധ ദുരിതങ്ങളും വന്നു ചേരുകയില്ല എന്നതാണ് സത്യം. അപ്പോൾ ഈ 10-ാം ഉദയം മുതൽ
വളരെയധികം ജീവിതത്തിൽ വ്യത്യാസങ്ങളൊക്കെ നിങ്ങൾക്ക് തുടങ്ങിയിട്ടുണ്ടാകും. നിങ്ങളുടെ ജീവിത വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് നിങ്ങൾ തന്നെ സ്വയം ഒന്ന് വിലയിരുത്തുക. അപ്പോൾ നിങ്ങളുടെ ജന്മനക്ഷത്രം ഏതാണെന്നൊക്കെ കമൻറ്റ് ചെയ്യാനായി മറക്കാതിരിക്കുക. ഈ അറിവ് ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുക.